ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ദോശ മാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവാണ്. അരി ഉഴുന്ന് ആട്ടിയ മാവുണ്ടല്ലോ, അതാണ്. ഇനി നമുക്ക് ഈ മാവിട്ടാണ് ഇന്നത്തെ എൻ്റെ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഒരു സവാളയുടെ ഒരു പകുതി സവാള എടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റുണ്ട്, കുറച്ച് കറിവേപ്പിലുണ്ട്, മഞ്ഞൾപ്പൊടി, കായംപൊടി, ഇനിയും ഒരാളും കൂടെ വരും, മുളക് പൊടി ഒക്കെ. ഉള്ളി എടുത്തിട്ടില്ല, അത് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് അരിയണേ, അല്ല അതിങ്ങനെ അരിഞ്ഞിടാം. ചെറുതായിട്ട് ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്, അല്ല ഇങ്ങനെ കുഞ്ഞായിട്ട് മുറിച്ചിടാം. ഗ്രേറ്റ് ചെയ്തിടാൻ വേണമെങ്കിൽ എങ്ങനെ വേണം ചെയ്യാം. നമുക്കതുപോലെ കുഞ്ഞായിട്ട് കൊത്തി നുറുക്കിയിടാം ചെറുതായിട്ട്. അതിലേക്ക് ഞാൻ കറിവേപ്പില ഇടുകയാണ്. കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിടാം. തീരെ പൊടിയാക്കണമെന്നൊന്നുമില്ല. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇവിടെ കറിവേപ്പില മാത്രം ഇടാമെന്ന് വിചാരിച്ചു. മല്ലിയിലേക്ക് കുറച്ച് ഒരു അല്പം മഞ്ഞൾപ്പൊടി, വീണില്ല മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ഈ മാവിൽ ഉപ്പിടേണ്ട ആവശ്യം, ഞാൻ ദോശയ്ക്ക് ഉണ്ടാക്കി ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ച മാവായിരുന്നു. അപ്പോൾ ഉപ്പിട്ടത് രാവിലെ തന്നെ ബാക്കി മാവാണിത്. അതിട്ടാണ് വൈകുന്നേരം കടിക്കാൻ നോക്കിയപ്പോൾ ഒന്നുമില്ല, അതുകൊണ്ട് ഉണ്ടാക്കാൻ വെച്ചു. ഇത് കായം പൊടി. ഇനി ഇതിന് വേണമെങ്കിൽ കുരുമുളക് ചതച്ചിടാം, നിങ്ങളിഷ്ടം പോലെ. അത്ര മതി കായം പൊടി. നമുക്കതിൽ മുളക് പൊടി ഇടുകയാണ് ഞാൻ. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം നല്ല കളറാണ്. നമ്മുടെ എരിവ് അനുസരിച്ച് ഇടാം. ഇത് ഏകദേശം ഞാനൊരു 3/4 സ്പൂൺ ഇട്ടിട്ടുണ്ട്, മതിയാവും. നമുക്കിനി ഇത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ചെറിയ പുളിയുണ്ട് ഇതിന്. രാവിലെ ഉണ്ടാക്കിയ മാവ് പുറത്ത് വെച്ചിരുന്നില്ല, അകത്ത് വെച്ചത്, ഫ്രിഡ്ജിനകത്താണ് വെച്ചത് ഉണ്ട്. എന്നാലും ചെറിയ പുളി വേണം. ഇതാണ് കേട്ടോ. ഇനി നമുക്ക് ചൂടാം. ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുകയാണ്. ചൂടാവട്ടെ എണ്ണ. ചൂടായിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒരു സ്പൂൺ എടുത്തിട്ട് ഒഴിക്കുകയാണ്. ഇത് നമുക്ക് ചെറുതായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ഞാൻ സിമ്മിലിട്ടിരിക്കുകയാണ്. നമുക്കതങ്ങ് എടുക്കാം. ആയിട്ടുണ്ട്. അടുത്തോട്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കി കാണിക്കാം. ബാക്കി വന്ന ദോശമാവ് കൊണ്ട്, രാവിലെ ദോശ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന മാവ് കൊണ്ട് ഉണ്ടാക്കിയ നല്ല സ്വാദിഷ്ടമായ കാരാവട എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊരു പേരിടണം, കാരാവട. നല്ല സ്വാദാണ്. വൈകുന്നേരത്തെ ചായക്ക് നല്ലൊരു കടിയുമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, 10 മിനിറ്റ് മാക്സിമം. കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അല്ലേ. കണ്ടോ, ഇതിൻ്റെ മണം കേട്ടപ്പോഴത്തേക്കും എൻ്റെ കാക്കക്കുട്ടന്മാരൊന്ന് ബഹളം. അവർക്ക് കൊടുക്കാനുണ്ട്. അവർ എന്തുണ്ടാക്കിയാലും അവർക്ക് ആദ്യം കൊടുക്കണം. കണ്ടോ, നല്ല ടേസ്റ്റാണ്. അടിപൊളി സ്വാദാട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഷെയർ ചെയ്യുക.